മ്യൂച്വൽ ഫണ്ടിലെ ഒരു 10 ലക്ഷം രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒരു ലേഡി കോണ്ടാക്ട് ചെയ്തു. അവർക്ക് 32 വയസ്സാണ്. തിരുവല്ലയാണ് അവരുടെ സ്വദേശം. ഗൾഫിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. നമുക്ക് തൽക്കാലം അവരെ പ്രീത എന്ന് വിളിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റർ ഞങ്ങളെ ഇങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലും റിസ്ക് പ്രൊഫൈലും ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് സാധിക്കുന്ന രീതിയിലുള്ള ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലും റിസ്ക് പ്രൊഫൈലും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി പ്രീതിയുമായിട്ട് വാട്സാപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയ്ക്കാണ് ഒരു കാര്യം അവർ പറഞ്ഞത്. അവർക്ക് ഓൾറെഡി ഒരു SIP ഉണ്ട്. 30,000 രൂപ SIP ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായി ഈ SIP സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 25 വർഷത്തേക്ക് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. 25 കൊല്ലം ആകുമ്പോഴത്തേനും 6 കോടി എന്ന ഒരു കോർപ്പസ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അപ്പം നോർമൽ കേസിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 30,000 രൂപ 25 കൊല്ലത്തേക്ക് SIP ആയിട്ട് ഓരോ മാസവും ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പം 12% എന്ന ഒരു നോർമൽ റിട്ടേൺ കിട്ടിയാൽ പോലും ഏകദേശം 6 കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ വെറുതെ പ്രീതയുടെ പോർട്ട്ഫോളിയോ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പ്രീത ഒരിക്കലും ഈ 6 കോടി എന്ന കോർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. വളരെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ അബദ്ധങ്ങളാണ് പ്രീത ആ ഒരു SIP പോർട്ട്ഫോളിയോയിൽ ചെയ്തതും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ചെയ്തിട്ടുണ്ടാവാം. സോ പ്രീത ചെയ്ത അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരു മാസം 30,000 രൂപ SIP ചെയ്യാൻ വേണ്ടി 16 ഫണ്ടുകളാണ് പ്രീതയ്ക്കുള്ളത്. അപ്പോൾ എന്തിനാണ് ഇത്രയധികം ഫണ്ടുകളെന്ന് ചോദിച്ചപ്പം പ്രീത പറഞ്ഞു, സാർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വേണ്ടേ, മുഴുവൻ മുട്ടകളും ഒരൊറ്റ ബാസ്ക്കറ്റിൽ ഇടാൻ പാടില്ല എന്നല്ലേ പറയുന്നത്, അതിനുവേണ്ടി ചെയ്തതാണ് ഇത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 3 ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ, 3 സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ, 2 മിഡ് ക്യാപ്പ് ഫണ്ടുകൾ, പിന്നെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ടുകളുണ്ട്, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളുണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, തീമാറ്റിക് സെക്ടറൽ ഫണ്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന് എത്ര പില്ലറുകൾ വേണം? ആ ബിൽഡിങ് ബലവത്തായി നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അത്രയും പില്ലറുകൾ വേണം. പില്ലറിൻ്റെ എണ്ണം കൂടിപ്പോയാൽ എന്താ കുഴപ്പം? പില്ലറിൻ്റെ എണ്ണം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലവ് ഭയങ്കരമായിട്ട് കൂടും. വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ? വേറെയും പ്രശ്നമുണ്ട്. ബിൽഡിങ്ങിന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും സ്ഥല സൗകര്യം കിട്ടില്ല. അവിടെ എല്ലാം എന്തായി പോയിരിക്കുന്നു? പില്ലറുകളായി പോയിരിക്കുന്നു. ഒരു ഇൻവെസ്റ്ററുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയെ താങ്ങി നിർത്തുന്ന പില്ലറുകളാണ് ഫണ്ടുകൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഫണ്ടുകൾ വേണം? ആവശ്യത്തിനുള്ള ഫണ്ടുകൾ വേണം. ഫണ്ടിൻ്റെ എണ്ണം കുറയാൻ പാടുണ്ടോ? കുറയാൻ പാടില്ല. കൂടാൻ പാടുണ്ടോ? കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടിക്കഴിഞ്ഞാൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷനും ഓവർ ലാപ്പിങ്ങും ആണ് വരിക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റിട്ടേൺ കുറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ കൂടി വരികയല്ല ചെയ്യുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു 1 ലക്ഷം രൂപ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ആ 1 ലക്ഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള 50 മുതൽ 100 വരെ കമ്പനികളുടെ ഷെയറുകളിലേക്കാണ് പോയി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളത്, അല്ലാതെ ഒരു കമ്പനിയുടെയോ 2 കമ്പനിയുടെയോ ഷെയറുകളിലേക്കല്ല. ഇവിടെ ലഭിച്ചിരിക്കുന്നത് വളരെ വലിയ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നുണ്ട്.
പക്ഷേ ഒരു ഫണ്ടിൽ മാത്രം മൊത്തം ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, മറിച്ചോ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അദ്ദേഹത്തിൻ്റെ റിസ്ക് പ്രൊഫൈൽ, ഗോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എത്ര ഫണ്ടുകൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ട് എന്ന കാര്യം നിർണ്ണയിക്കപ്പെടേണ്ടത്. ഒരിക്കലും 30,000 രൂപ SIP ചെയ്യാൻ വേണ്ടി 16 ഫണ്ടുകൾ പാടില്ല. അത് വളരെ വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നമായിട്ട് കണ്ടത് ഇതാണ്. പ്രീത 2 വർഷമായി SIP സ്റ്റാർട്ട് ചെയ്തിട്ട്. 2 വർഷം മുമ്പ് ഈ SIP സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ 16 ഫണ്ടുകൾ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, വേറെ ഏതൊക്കെയോ ഫണ്ടുകളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും ടോപ്പ് പെർഫോമർ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ ഫണ്ടുകളിൽ ചാടി കയറി ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം തോന്നി അതിനേക്കാൾ നല്ല ഫണ്ട് വേറെ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്തു, അങ്ങോട്ട് മാറി. സെയിം AMC ആയിരുന്ന കേസിലൊക്കെ സ്വിച്ച് ചെയ്ത് മാറി. അല്ലാത്ത കേസിലൊക്കെ എന്താണ്, എമൗണ്ട് വിഡ്രോ ചെയ്ത് വേറെ ഫണ്ടിൽ കൊണ്ട് നിക്ഷേപിച്ചു. അങ്ങനെയാണ് ഇപ്പോഴത്തെ 16 ഫണ്ടുകൾ വന്നത്. ഇത് വലിയ അബദ്ധമാണെന്ന് പ്രീതയോട് പറഞ്ഞു. അപ്പോൾ പ്രീത പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ പോർട്ട്ഫോളിയോ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണ്ടേ, റീബാലൻസ് ചെയ്യണ്ടേ, അതാണ് ഞാൻ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പോർട്ട്ഫോളിയോ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുക തന്നെ വേണം. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള ശേഷി നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്യണം. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്താണ്, റീബാലൻസിങ് ചെയ്യുകയും വേണം. അതിങ്ങനെ മാസമോ 6 മാസം കൂടുമ്പോഴോ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സൊന്നുമല്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് റീബാലൻസിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അല്ലാതെ അക്കരപ്പച്ച എന്ന രീതിയിൽ ഫണ്ട് മാറി മാറി കളിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും ഇല്ല, ലഭിച്ചേക്കാവുന്ന നേട്ടം ഇല്ലാണ്ടായി പോകും എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ സംഭവിക്കുക. നമ്മുടെ പോർട്ട്ഫോളിയോ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള ഒരു ഗെയിം അല്ല, മറിച്ച് എന്താണ്, ഡിസിപ്ലിനോട് കൂടിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമതായിട്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 16 ഫണ്ടുകളൊക്കെ പോർട്ട്ഫോളിയോയിൽ ഉണ്ട് എങ്കിലും പ്രീതയുടെ അസറ്റ് അലോക്കേഷൻ ഒട്ടും പെർഫെക്റ്റ് അല്ല. എന്താ അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ തരം അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ള ഒരു കണക്കൊക്കെ ഉണ്ട്. അത് ഓരോ ആളുകളുടെയും കേസിൽ വ്യത്യസ്തമാണ്. ഇപ്പം വ്യത്യസ്ത അസറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി, അവിടെ തന്നെ സബായിട്ട് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്. അതിനപ്പുറത്തേക്ക് ഡെപ്റ്റ് എന്ന അസറ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ കമ്മോഡിറ്റീസ്. ഇതിലോട്ടൊക്കെ എത്ര വെച്ചാണ് പോകേണ്ടത്? അപ്പം പ്രീത ഈ 16 ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടും അസറ്റ് അലോക്കേഷൻ ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. ഈ 3 മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൻ്റെ എഫക്റ്റ് വളരെ ഭീകരമാണ്. പ്രീതയ്ക്ക് ഒരിക്കലും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കോർപ്പസും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഏതായാലും പ്രീതയ്ക്ക് ഈ ഒരു മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പ്രീത 10 lakh rupees ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ സമീപിച്ചത്. ഏതായാലും പ്രീതയുടെ റിസ്ക് പ്രൊഫൈൽ നോക്കി പ്രീതയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്യൂട്ടായ ഫണ്ടുകളിൽ തന്നെ ആ ഒരു 10 lakhന്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കൊടുത്തു. പ്രീത ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറാണ്. നിങ്ങളും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒന്ന് പരിശോധിക്കുക. ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.